കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. സങ്കീർത്തകൻ 125:1 പറയുന്ന വാക്യമാണിത്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ, ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ആവശ്യ നേരത്ത് ഓടിച്ചെന്ന് കർത്താവിൻ്റെ അടുക്ക ചെന്ന് അത് താ ഇത് താ എന്ന് പറയുന്നതല്ല. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എൻ്റെ പതർച്ചയിലും തളർച്ചയിലും ഒക്കെ ഞാൻ ആരെ ആശ്രയിക്കണം? ആരെ ആശ്രയിക്കണം? കർത്താവിനെ ആശ്രയിക്കണം. ലോകത്തേക്ക് നോക്കിയാൽ എനിക്ക് ആശ്വാസമില്ല. ചിലപ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊക്കെ കുമളകളാണെന്ന് പിന്നീടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആശ്വാസം കിട്ടിയെടുത്ത് നിന്ന് പിന്നീട് വന്ന വിഷമങ്ങളൊക്കെ കണ്ടപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കും, ലോകത്തിലെ ആശ്വാസം നിഷ്പ്രഭമാണ്, താൽക്കാലികമാണ്, നിന്നു പോകുന്നതാണ്. എന്തുകൊണ്ടാണ് സമറിയക്കാരി സ്ത്രീ അവൾ നട്ടുച്ച നേരത്ത്, ആരും കാണാത്ത നേരത്ത് കിണറ്റിൻകരയിലേക്ക് വന്നത്? മറ്റുള്ളവർ കണ്ടാൽ അവൾ ഒന്നാമത്തെ പാപിയാണ്, രണ്ടാമത്തത് അവൾക്ക് തീണ്ടൽ തൊഴിൽ പരിപാടി ഉണ്ട് അവരുടെ കാസ്റ്റ് അനുസരിച്ച്. ഇതൊക്കെ കൊണ്ട് ആരുമില്ലാത്ത തക്കം നോക്കി വന്നൊരു സ്ത്രീയാണ് സമറിയക്കാരി സ്ത്രീ. പക്ഷേ ഒന്ന് നോക്കിയേ, അവിടെ കാത്തിരിക്കുന്ന ഒരാൾ അതാരായിരുന്നു? ഈശോ. ഒന്ന് ചിന്തിച്ചേ, ഈശോ ശിഷ്യന്മാരോടൊപ്പം വന്നതാണ്. എന്നിട്ട് ഈ ശിഷ്യന്മാരെ എല്ലാം ഭക്ഷണം മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. അവരെല്ലാം പോയി. സാധാരണ ഭക്ഷണം മേടിക്കാൻ ഒരാളെ രണ്ടുപേരെ പറഞ്ഞു വിട്ടാൽ പോരെ, അവർ മേടിച്ചുകൊണ്ട് വരുമല്ലോ, ബാക്കിയുള്ളവർക്ക് ഇവിടെ നിർത്തിക്കൂടെ? പക്ഷെ കർത്താവ് എല്ലാവരെയും പറഞ്ഞു വിട്ടു. അവരൊരുമിച്ചാണ് ഭക്ഷണം മേടിക്കാൻ പോയത്. യേശു തനിയെ. അമ്മച്ചിമാരെ നമ്മൾ മനസ്സിലാക്കണം, യേശു നമ്മെ കാത്തിരിക്കുന്ന ഇതുപോലെയാണ്. മറ്റുള്ളവരെ കണ്ണിൽ പെടുത്താതെ, മറ്റുള്ളവരുടെ കല്ലേറി കൊള്ളിക്കാതെ, മറ്റുള്ളവരുടെ അപവാദം പറയിപ്പിക്കാതെ, ആ ചെയ്തു പോയ തെറ്റുകൾ പുറത്ത് ആരും കാണാതെ ഒക്കെ കാത്ത് സംരക്ഷിച്ച് രഹസ്യമായി കാത്ത് എന്നെയും നിന്നെയും കാത്തിരിക്കുന്ന നല്ലൊരു ദൈവമാണ് നമുക്കുള്ളത്. ഈ സമറിയക്കാരി സ്ത്രീ ആരുമില്ലെന്ന് കരുതി എത്തി വെള്ളം കോരാൻ. അന്നവിടെ എന്താണോ അത് നമുക്ക് പറയാൻ പറ്റില്ല. തൊട്ടി ഉണ്ടായിരുന്നോ, പാളയായിരുന്നോ, എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ വെള്ളം കോരാൻ ആരംഭിക്കുമ്പോഴാണ് ഒരാൾ അവിടെ നിന്നിട്ട് പറയുന്നു, വെള്ളം താ എന്ന്. ഇവൾക്ക് വെള്ളം കോരി കൊണ്ടുപോകാൻ പോലും പറ്റാത്തൊരു അവസരമായിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. അപ്പോൾ വന്നൊരു യഹൂദൻ ചോദിക്കുകയാണ്, വെള്ളം താന്നും. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ധൈര്യപൂർവം വെള്ളം ചോദിക്കുന്നു. ഞാൻ വെള്ളം തരാൻ അർഹയല്ല എന്ന മട്ടിൽ അവൾ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വെള്ളം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്തത് എന്താണ്? നീ വെള്ളം തരുന്നില്ല, പക്ഷെ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്കിനി ദാഹിക്കില്ല. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്കിനി ദാഹിക്കില്ല. അവൾ വിചാരിച്ച്, ഈ കിണർ തന്നത് ഞങ്ങൾക്ക് ആരാണ്? ഞങ്ങളുടെ പൂർവ്വ ആളുകളൊക്കെയാണ്. അപ്പം ഇദ്ദേഹം എവിടെ നീ വെള്ളം കൊണ്ടുവരാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാളയുമില്ല, കയറുമില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ വെള്ളം കോരിത്തരും? അതെൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെ വെള്ളം എനിക്ക് തരും? ഞാൻ കൊടുക്കാം, എൻ്റെ കയ്യിൽ കയറും പാളയൊക്കെ ഉണ്ട്. പക്ഷെ അയാളുടെ കയ്യിൽ ഒന്നുമില്ല. അയാൾ പറയുന്നത്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ദാഹിക്കില്ല എന്നും. പക്ഷേ എന്നാൽ അത് താ, എനിക്കിനി വെള്ളം കോരാൻ വരണ്ടല്ലോ, എളുപ്പ വഴിയാണ് ചിന്തിക്കുന്നത്, ഇനി വരണ്ടല്ലോ എളുപ്പം. അപ്പോൾ കർത്താവ് പറഞ്ഞു, തരാം, വെള്ളം ഞാൻ തരാം. നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവാ. എടുത്ത വായിക്ക് അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ശരിയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് സത്യമാണ്.
ഇതിനു മുൻപ് നിനക്ക് 5 പേരുണ്ടായിരുന്നു. ഉള്ള സത്യം വെളിപ്പാക്കി കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി. അത്രയും നേരം അവൾ പല തട്ടിൽ സംസാരിച്ചെങ്കിലും പിന്നീട് ഈ സമറിയക്കാരി സ്ത്രീ ഗുരു, നാഥ എന്നൊക്കെ വിളിക്കാനുള്ള അവസരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. മാത്രമല്ല, അവൾ കൊണ്ടുവന്ന കുടം പോലും അവിടെ വെച്ചിട്ട് അവൾ നാട്ടിലേക്ക് നടക്കുകയാണ്. ചെല്ലുമ്പോൾ ആളുകൾ പല കാര്യത്തിനായി പോകുന്നവരോട് പറയുന്നു, എൻ്റെ കാര്യങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞ ഒരുവൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ വന്ന് കാണുവിൻ. ധൈര്യം വന്നത് കണ്ടോ? ധൈര്യം വന്നത് കണ്ടോ? എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഒളിച്ചു വച്ചിരുന്ന പാപത്തിൻ്റെ കെട്ടുകൾ മുഴുവൻ അഴിച്ചവൻ എൻ്റെ മുൻപിലിട്ടു. എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്നെ തുറന്നു വെച്ചവൻ ദാ നിൽക്കുന്നു, നിങ്ങൾ വന്ന് കാണുവിൻ. മനസ്സിലാക്കുക. അവർ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇനി നീ പറയുന്നത് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ നേരിൽ കണ്ടു. പ്രിയ അമ്മച്ചിമാരെ, നമ്മൾ ഇതുപോലെയാണ് കർത്താവ് സൂക്ഷിക്കുന്നത്. ഇതെല്ലാ ചരിത്രവും കഴിഞ്ഞപ്പോൾ വരുന്നടാ ആഹാരവുമായിട്ട് ആരായിരിക്കും? ശിഷ്യന്മാർ ഓടിച്ചു വിട്ടിരിക്കുകയല്ലായിരുന്നോ? അവർ ആഹാരമൊക്കെ ആയിട്ട് പയ്യെ അടിപ്പടി വരികയാണ്. വന്നപ്പം ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആഹാരം വേണ്ട. ആരുകൊണ്ട് കൊടുത്ത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ? അതുപോലെ തന്നെ ശിഷ്യന്മാർ ചിന്തിക്കുകയാണ്, നമ്മൾ പോയ നേരത്ത് ആരായിരിക്കും ആഹാരം കൊണ്ട് കൊടുത്തത്? വേണ്ടത് പറയുന്നല്ലോ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ എന്താണ് ഈശോയുടെ ആഹാരം? പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. പിതാവിൻ്റെ ഹിതമാണോ അവിടെ നിറവേറ്റിയത്? അതെ. ഒരാത്മാവിനെ പിതാവിനായി നേടിക്കൊടുത്തു. സാത്താൻ തഴച്ചിട്ടിരുന്നത്, വർഷങ്ങളായിട്ട് തഴച്ചിട്ട് കൊണ്ടു നടന്ന ആത്മാവിനെ പിതാവിന് നേടിക്കൊടുത്തൊരു സന്ദർഭമായിരുന്നു അത്. പ്രിയമ്മച്ചിമാരെ, ഈശോ ഇതുപോലെ നമ്മുടെ അടുക്കിലേക്കും കടന്നു വരും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയമിടിപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവം സ്നേഹമാണ്, വേറൊന്നുമല്ല. ബാക്കി എന്തൊക്കെ ആയാലും അതെല്ലാം പോവും. പക്ഷെ ദൈവം സ്നേഹമാണ് എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയമിടിപ്പ്. അപ്പോൾ ദൈവം സ്നേഹമാവുന്നു എന്ന് പറയുന്നത് ഒരാശയമോ ശക്തിയോ ഒന്നുമല്ല. ദൈവം തന്നെയാണ് ഈ സ്നേഹത്തിൻ്റെ അസ്തിത്വം. നമ്മ ഓരോരുത്തരെയും ദൈവം ഈ സ്നേഹത്തിലേക്ക് തന്നെയാണ് ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്, പിറന്നു വീഴാൻ അനുവദിച്ചത്. നമ്മൾ ഈ ദൈവസ്നേഹത്തിലേക്ക് പിറന്നു വീണെങ്കിൽ ഇനി നാം കടന്നു പോകേണ്ട ഒരു കാലമുണ്ട്. ഉണ്ടോ 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 15 വയസ്സിൽ കടന്നു പോകുന്നു, 25 വയസ്സിൽ കടന്നു പോകുന്നു, 30 വയസ്സിൽ കടന്നു പോകുന്നു, 2 വയസ്സിൽ കടന്നു പോകുന്നു, 90-ൽ 100-ലൊക്കെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ നിങ്ങളുടെ ആയുസ് എത്രയാണെന്ന്? എന്നാണ് കടന്നു പോകുന്നതെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇന്ന് വിളിച്ചാലും പോകാൻ തയ്യാറാവണം. അതെ, ഇന്ന് വിളിച്ചാലും നമ്മൾ പോകാൻ തയ്യാറാകണം. അപ്പോൾ ദൈവസ്നേഹത്തിൽ പിറന്നു വീണ നിങ്ങൾ ദൈവസ്നേഹത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. ജെർമിയ 31:3, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. മക്കളെ, ഈ സ്നേഹം ആരാണ് നമ്മിൽ കാണിച്ചു തന്നത്? ക്രിസ്തു.